ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടന്നു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ ഒപ്പം വന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചു, വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുന്നത്, മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നതൊക്കെ. ഇതിൻ്റെ അകത്ത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു രാഷ്ട്രീയവും ഇല്ലെന്നാണ് ഇവർ ആദ്യം മുതലേ പറയുന്നത്. പക്ഷെ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ അവിടെ വെച്ച് കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയം ഇല്ലാത്ത അല്ലെങ്കിൽ പൊതുപരിപാടിയിൽ UDF-നെ കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഒരു വിമർശനമൊക്കെ ഉണ്ടായത്. കോൺഗ്രസ്സുകാരെല്ലാം ഷണ്ടന്മാരാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഷണ്ടന്മാരാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ അതിനെ വിമർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു പൊതുപരിപാടിയിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല. ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇടതുപക്ഷത്ത് നിന്ന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ പിണറായി വിജയനാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയ പരിപാടി അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ലേ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇതുപോലൊരു പരാമർശം നടത്തിയത്? നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ബന്ധമുണ്ടാകാം, പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ്. ഇന്ന് അയ്യപ്പ സംഗമത്തിലേക്ക് വന്ന് ഇറങ്ങുന്നത് സ്റ്റേറ്റ് നമ്പർ 1 കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പമാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടേക്ക് വന്നിറങ്ങുന്നത്. അത് തന്നെ വലിയൊരു ചോദ്യങ്ങൾ ഇവിടെ ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ഒപ്പം കൂട്ടിയത് ആരെയാണ് കൊണ്ട് നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഈ സംസ്ഥാനത്ത് BJP-യേക്കാൾ വർഗീയത പറയാൻ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ഒപ്പം തന്നെ മൈക്രോ ഫിനാൻസ് പോലെ വളരെ ഗൗരവമേറിയ ഒരു അഴിമതി കേസിൽ പ്രതിയായ ഒരു വ്യക്തി, ആ വ്യക്തിയുമായിട്ടാണ് പിണറായി വിജയനെ സഞ്ചരിക്കാൻ കേട്ടോ. പക്ഷേ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് എങ്ങനെ ഈ ഒരു വ്യക്തിയെ കൂട്ടി സ്വന്തം ഈ നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി പ്രതിയായ കേസിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത്. വിജിലൻസ് അന്വേഷിക്കുന്നത്, കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ വിജിലൻസിന്റെ മന്ത്രി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ തൻ്റെ വകുപ്പ് അന്വേഷിക്കുന്ന വളരെ പ്രമാദമായ ഒരു കേസിലെ 1-ാം പ്രതിയായ വ്യക്തിയുമൊത്ത് മുഖ്യമന്ത്രി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അത് കേരളം കാണുകയാണ്. അത് എത്രത്തോളം തനിക്ക് ഭൂഷണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം തന്നെ മറ്റൊരു വിഷയം, ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് വർഗീയത പറയുന്ന, വർഗീയവാദി എന്ന ഇപ്പോൾ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന ഒരു കേരളം വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. അയാളുമായിട്ട് എന്തുവാണ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇത്രയധികം സമ്പർക്കം, എന്തിനാണ് അയാളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്ന ചോദ്യമാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നമുക്കറിയാം, മന്ത്രി VN വാസവൻ ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹം ഇന്ന് ഒരു വ്യക്തിയുടെ, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത വളരെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ ആശംസാ സന്ദേശം ഏതാണ്ട് ഓസ്കാർ അവാർഡ് സർക്കാരിനും CPM-നും കിട്ടിയ രീതിയിൽ അവിടെ വായിക്കുകയുണ്ടായി. അത് ഇന്ത്യയിലെ സമാനമായ രീതിയിലുള്ള വർഗീയതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന വർഗീയ വിദ്വേഷങ്ങൾ മാത്രം നടത്തുന്ന ഒരു തനി വർഗീയവാദിയായ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി BJP-യുടെ ദേശീയ തലത്തിലെ നേതാവായ യോഗി ആദിത്യനാഥിൻ്റെതാണ്. അദ്ദേഹത്തെ ഒക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു, വരാൻ പറ്റിയില്ല. അപ്പോൾ വരാത്തതിന് അദ്ദേഹം ഈ ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ പറ്റിയില്ല എങ്കിൽ പോലും തൻ്റെ എല്ലാവിധ ആശംസകളും ആശീർവാദവും ഈ പരിപാടിക്കുണ്ട്. പരിപാടിയുടെ ലക്ഷ്യം വിജയം ആകട്ടെ, അത് നിറവേറട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ടുള്ള ആ സന്ദേശമാണ് VN വാസൻ വളരെ സന്തോഷത്തോട്, വളരെ ഊർജ്ജസ്വലമായിട്ടാണ് അദ്ദേഹം, വളരെ എന്താ പറയുക, ചില്ലായിട്ടൊക്കെയാണ് അത് എടുക്കുന്നത്. പറഞ്ഞതും ഒക്കെ തന്നെ വലിയ ഉത്സാഹത്തിലാണ് അദ്ദേഹം. എന്താ പറയുക, യോഗിയെ പോലൊരു വർഗീയവാദിയുടെ ഒരു സന്ദേശം വായിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. വർഗീയവാദികളൊപ്പം. അപ്പോൾ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയുമായിട്ട് വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ യോഗി ആദിത്യനാഥ് വരേണ്ടതായിരുന്നു, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഇടവും വലവും ഈ 2 വർഗീയവാദികളെ വരുത്തിക്കൊണ്ട് പിണറായി നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങണമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ വർഗീയവാദികളുടെ ഒരു പിന്തുണ ഈ CPM-ന് കിട്ടുന്നുണ്ട്. അത് ഈ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ തന്നെ വളരെയധികം അതിനെ എന്താ പറയുക, എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസംഗം അത് എത്രത്തോളമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറയുന്ന പോലെ ഈ പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ വിമർശിക്കുക, മുഖ്യമന്ത്രി അങ്ങേയറ്റം പുകഴ്ത്തുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ എന്താ പറയുക LDF-ൽ ആരുമില്ല, LDF 0 എന്ന രീതിയിലാണ്, ആ രീതിയിലാണ് പിണറായി വിജയനെ പുകഴ്ത്തുന്നത്. അപ്പം അതിന് കടന്ന് അദ്ദേഹം പിണറായി വിജയനെ ഭക്തനെന്ന് വരെ വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വലിയൊരു ഭക്തനാണ് അദ്ദേഹം, എന്താ പറയുക. അതുകൊണ്ടാണ്
ഈ പറയുന്ന പോലെ ഇന്ന് അദ്ദേഹം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഒരു അയ്യപ്പ വിഗ്രഹം വാങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഭക്തനാണ്. നേരത്തെ 2 തവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഭക്തരാണ് ശബരിമല സ്ത്രീകളെ കയറ്റിയത്. അപ്പം അദ്ദേഹം അങ്ങനെ പറയുന്നു. എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നത്. ഇവിടെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ എന്താ പറയുക, ഈ ഭക്തി ഒരു ഇതായിട്ട് എടുത്ത് അണിയുന്നവര് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെ ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഭക്തനാണെന്ന് വെള്ളാപ്പള്ളിയും പറയുന്നുണ്ട്. ഭക്തി ഒരു ആഭരണമായിട്ടെടുത്ത് അണിയുന്നവരാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അവർക്ക് വേറെ ലക്ഷ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇങ്ങനെ ഭക്തി എടുത്ത് അത്യാവശ്യത്തിന് വേണ്ടി അണിയുന്നത് എന്നുള്ള കാര്യം ഇന്നത്തെ ചടങ്ങിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മുൻപ് 2018 യുവതി പ്രവേശന വിഷയം വന്നപ്പോൾ അന്ന് യുവതികളെ കയറ്റാൻ വേണ്ടിയിട്ട് എല്ലാ സർവ്വസന്നാഹങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയവരാണ് ഈ പറയുന്ന സർക്കാരും. അന്ന് 1ാം പിണറായി സർക്കാരായിരുന്നു. അന്ന് സർക്കാരും മുഖ്യമന്ത്രിയും എല്ലാവരും. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് പറയുന്നൊരു സമിതി ഉണ്ടാക്കുകയും അതിൻ്റെ തലപ്പത്ത് ഈ പറയുന്ന വർഗീയവാദിയായ വെള്ളാപ്പള്ളിയെ പിടിച്ച് വെക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പൊ അന്ന് സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും, അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല എന്നാണ്. എന്തെങ്കിലുമൊക്കെയാണോ ഈ സർക്കാർ അന്ന് ചെയ്തു കൂട്ടിയത്? ആ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആ വിധി നടപ്പിലാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. അതിനപ്പുറം കടന്നുകൊണ്ട് എന്താ പറയുക, ഈ പറയുന്ന പോലെ 2 യുവതികളെ രായ്ക്കരാമൻ അവിടെ ശബരിമലയിൽ പോലീസിന്റെ സുരക്ഷയോടുകൂടി അവിടെ കയറ്റി അവിടെ സ്ത്രീ സന്ദർശനം അല്ലെങ്കിൽ യുവതി പ്രവേശനം നടന്നുവെന്ന് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനൊക്കെ തന്നെ ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം അന്ന് നടത്തിയ പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം ഈ പറയുന്ന എന്താ പറയാ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് അവിടുത്തെ അയ്യപ്പൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതിനെ പരിഹസിച്ചുകൊണ്ട് അവിടുത്തെ തന്ത്രി, അന്നത്തെ തന്ത്രിയെ ഒക്കെ തന്നെ വലിയ രീതിയിൽ പരിഹസിക്കുന്നുണ്ട്. തന്ത്രിയുടെ ഈ പറയുന്ന ബ്രഹ്മചര്യത്തെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം പണ്ട് ഈ പറയുന്ന പോലെ ഒരു സെക്സ് സ്കാൻഡലിലൊക്കെ തന്നെ ഉൾപ്പെട്ടു. അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുകയും അത് കേട്ടിരിക്കുന്ന ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അണികൾ വലിയ രീതിയിൽ കൈയടിച്ച് കരഘോഷം മുഴക്കി അതിനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി ഇന്ന് പറയുന്ന പോലെ അന്ന് സർക്കാർ എന്തോ ചെയ്തു എന്ന വലിയ ലാഘവത്തോടു കൂടി പറയുന്നതൊന്നും അങ്ങനെ എന്തോ ചെയ്തതല്ല. അന്ന് അവിടെ ആ പറയുന്ന പോലെ വിശ്വാസ ധ്വംസനത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണെന്ന് ഈ സർക്കാർ നടത്തിയത്. അന്ന് പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് അത് യുവതി പ്രവേശനം പാടില്ല എന്നതായിരുന്നു. ഇപ്പോഴും അവർ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഭക്തര് അല്ലെങ്കിൽ കപട ഭക്തി ആർക്കാണെന്ന് ഉള്ള കാര്യം വ്യക്തമാണ്. ഇരട്ടത്താപ്പാരാണ് ഈ വിഷയത്തിൽ നടത്തുന്നത് എന്നതും വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ പിണറായി വിജയൻ കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കൊണ്ട് വലിയൊരു ആവശ്യമുണ്ട്. കാരണം അന്നത്തെ 2018 ആ സംഭവത്തിന് ശേഷം ഈ ഹിന്ദു സമൂഹം ഈ CPM-നോട് വലിയ രീതിയിൽ അകന്നിട്ടുണ്ട്. അവരെ തങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ആഗ്രഹിക്കുന്ന പോലൊരു 3ാം ഭരണം തങ്ങൾക്ക് സാധ്യമാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ട് നടക്കുകയാണ്, വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ്. മറുവശത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളിക്ക് എന്താണ്, അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇങ്ങനെ പിണറായിയൊക്കെ സ്തുതിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ മൈക്രോ ഫിനാൻസ് കേസിൽ നിന്നും ഒന്ന് തടിയൊരുപ്പാണ്. കാരണം 88-89 വയസ്സായി. ഇനിയിപ്പോൾ കേസ് വന്ന് വല്ല ജയിൽ ശിക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാകും. വയസ്സാം കാലത്ത് പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് പിണറായിയെ എന്തൊക്കെ ചെയ്യാമോ ആ രീതിയിലൊക്കെ തന്നെ വെള്ളപൂശാനുള്ള ശ്രമം നടക്കുകയാണ്. ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി പിണറായി വിജയൻ എത്ര വെള്ളപൂശിയാലും അതുകൊണ്ടൊന്നും രക്ഷപ്പെടാവുന്ന ഒരു പരുവത്തിലല്ല പിണറായി വിജയൻ ഉള്ളത്. അദ്ദേഹം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകളും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പണ്ട് ഈ പറയുന്ന പോലെ അയ്യപ്പനെയും അയ്യപ്പന്റെ എന്താ പറയുക അവിടുത്തെ ആചാരങ്ങളെയും ഒക്കെ തന്നെ വളരെ പുല്ലായിട്ട് കണ്ട ഒരു പാർട്ടിയാണ്. ഇന്ന് അവിടെ അയ്യപ്പ സംഗമം വിളിക്കുന്നു, അവിടെ അയ്യപ്പന്റെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു, ശരണം വിളിക്കുന്നു, കരിമല കയറ്റം, കഠിനപ്പൊന്ന അയ്യപ്പ ഒക്കെയുള്ള സിനിമയിലെ ട്രോള് പോലൊക്കെ തന്നെ അദ്ദേഹം ഭഗവത്ഗീത ഉദ്ധരിക്കുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെ കാണാമോ CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി പൊതുജനത്തിന് മുന്നിൽ പരിഹാസ്യ കഥാപാത്രമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ എല്ലാവരും സമാനമായ രീതിയിൽ എല്ലാവരും അവരുടെ മാറ്റങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. മുൻ ദേവസ്വം മന്ത്രി ഈ പറയുന്ന പോലെ അന്ന് യുവതി പ്രവേശനത്തിന് ഒത്താശ ചെയ്ത ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് അവിടെ എത്തി ആ പമ്പയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ആ വിധി തെറ്റായിരുന്നു എന്നാണ്. യുവതി പ്രവേശനം ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു, യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമാണ് എന്നൊക്കെ അദ്ദേഹവും കിടന്ന് നിലപാട് മാറ്റിക്കൊണ്ട് കിടന്ന് മെഴുകുന്നുണ്ട്. കഴിഞ്ഞ അധ്യായം എന്നാണ് പാർട്ടി അധ്യക്ഷൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത്.
അത് തലേന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അതിനകത്ത് ചില സംശയങ്ങൾ ഉയർന്നപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വാർത്ത വന്നപ്പോൾ അദ്ദേഹം പിറ്റേന്ന് അത് തിരുത്തുന്നുണ്ട്. ഞാൻ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ അധ്യായം എന്നാണ് പറഞ്ഞത്. അത് ഇനിയും വേണമെങ്കിൽ തങ്ങൾക്ക് തുറക്കാൻ പേടിയൊന്നുമില്ല, ചർച്ച ചെയ്യാമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി തിരുത്തിക്കൊണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ട് അടഞ്ഞ അധ്യായം തന്നെ പറയുന്നത് ഇവർക്ക് എന്താണ് നിരീക്ഷണത്തിലെ നിലപാട് എന്നുള്ളത് ഇന്നും പിടികിട്ടാത്ത ഒരു കാര്യമായിട്ട്, ഒരു പ്രഹേളിയായിട്ട് ഇങ്ങനെ മാറുകയാണ്. എന്തായാലും ഈ ശബരിമലയിലെ വിഷയത്തിൽ അവർ കാണിച്ചിരിക്കുന്നത് ഒരു ഇരട്ടത്താപ്പാണ്, ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം മാത്രമാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അന്ന് കഴിഞ്ഞ ആഴ്ച വി ഡി സതീശൻ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അവരെന്തുകൊണ്ട് ഈ പറയുന്ന സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസിലെ സത്യവാങ്മൂലം തിരുത്തുന്നില്ല, ഒപ്പം തന്നെ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല, ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ആ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നീ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് മറുപടി ഇതുവരെ പറയണ്ടില്ല. ഇന്ന് വെള്ളാപ്പള്ളി പറയുന്ന സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തേണ്ട കാര്യമൊന്നുമില്ല, അവര് CPM-ന്റെ മനസ്സൊക്കെ മാറ്റുന്നില്ല, സർക്കാരിന്റെ നിലപാട് മാറ്റം തന്നെ വലിയ സർക്കാരിന്റെ നിലപാട് മാറേണ്ടതുണ്ട്. കാര്യം ഇനിയിപ്പോൾ 9-അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കാനിരിക്കുകയാണ്. അവിടെ സർക്കാരിന്റെ നിലപാട് ഇതാണെങ്കിൽ, സത്യവാങ്മൂലം ഇത് തന്നെയാണെങ്കിൽ, യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുള്ള നിലപാടാണെങ്കിൽ അതിന് സമാനമായ അല്ലെങ്കിൽ അതിനെ അനുകൂലമായിട്ടൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഇവർ പിന്നെ എന്ത് ചെയ്യും, എന്തായിരിക്കും ഇവരുടെ നിലപാട്? അപ്പോൾ അങ്ങനെയല്ല, വെള്ളാപ്പള്ളി അപ്പോൾ എവിടെയും കടന്നുകൊണ്ട് എന്തും പറഞ്ഞുകൊണ്ട് ഇവരെ അനുകൂലിക്കുക എന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. മറുവശത്ത് ഇന്ന് അദ്ദേഹം ഉപയോഗിച്ചൊരു പ്രയോഗം, അത് ഒരു എന്താ പറയുക, ഒരു സമുദായ നേതാവിന് SNDP പോലൊരു സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ്. ഷണ്ടനൊക്കെ അദ്ദേഹം ഏത് കാലത്താണ് ജീവിക്കുന്നത്? അദ്ദേഹം 89 വയസ്സെങ്കിലും അദ്ദേഹം ഈ 21-ാം നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത്. എത്രത്തോളം മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ വന്നിരിക്കുന്നു, രാഷ്ട്രീയത്തിൽ തന്നെ എത്രത്തോളം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കോ എല്ലാവർക്കും തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ പാടില്ല, എന്ത് പറയാൻ പാടില്ല എന്ന് വ്യക്തമായ വേർതിരിവുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ടങ് സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ അവരെ മാധ്യമങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് വിചാരണ ചെയ്യുന്ന ഒരു കാലമാണിത്. അങ്ങനെ അവരെന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും, രാഷ്ട്രീയക്കാരാകട്ടെ, സാംസ്കാരിക നേതാക്കളാകട്ടെ, എഴുത്തുകാരാകട്ടെ, ആരായിക്കൊള്ളട്ടെ, അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും നടത്താൻ പാടില്ലാത്തവരാണ് ഇവരൊക്കെ തന്നെ. SNDP എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ നവോത്ഥാനത്തിനൊക്കെ വലിയ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനവും അതിന്റെ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള കേരളത്തിലെ നവോത്ഥാന നായകരിലെ മുൻപത്തിൽ നിൽക്കുന്ന വ്യക്തികൾ, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനമൊക്കെയാണ്. ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഷണ്ടനെ എന്നൊക്കെ പറയുക, പ്രതിപക്ഷം ഷണ്ടന്മാരെന്ന്, അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കിയ ഷണ്ടന്മാരാണെന്നുള്ളത് അതൊക്കെ പറയണ്ടേ? അങ്ങനെ എന്ത് വിവരക്കേടും വിളിച്ചു പറയുക, അതിനൊക്കെ തന്നെ തനിക്ക് പിന്തുണ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ഈ പറയുന്ന CPM ഒക്കെ തന്നെ ഇത് ആഘോഷിക്കുന്ന. ഇപ്പോൾ പ്രതിപക്ഷത്തെ അല്ലേ പറഞ്ഞത്, വി ഡി സതീശനെ ആരും വിമർശിക്കില്ല, കാരണം അതിനുള്ള ലൈസൻസ് ഉണ്ട്. നേരെ തിരിച്ച് ഇതിപ്പോ ഈ പറയുന്ന പോലെ ഒരു CPM-നെതിരെയായിരുന്നു ഈ വിമർശനമെങ്കിൽ ഇപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഈ പറഞ്ഞ ഷണ്ടൻ എന്ന് വിളിച്ചത് CPM-ലെ ആരെങ്കിലും ആണെങ്കിൽ എന്തായാലും ഇവർ വെച്ചോണ്ടിരിക്കുമോ? ഇല്ല, ഇത് മറുവശത്ത് UDF-നെയാണ്, വി ഡി സതീശനെയാണ്. വി ഡി സതീശനെ വേണ്ട വിധം അദ്ദേഹം തെറി പറഞ്ഞിട്ടുണ്ട്. വി ഡി സതീശന് എന്താ വിനയമില്ല, വിനയമുള്ള രാഷ്ട്രീയ നേതാക്കൾ കുഞ്ഞു നിൽക്കണം. പിണറായി വിജയൻ വലിയ വിനയമാണ് കൂടെ കൊണ്ടു നടക്കുന്നത്. പിണറായി വിജയന് ഭയങ്കര വിനയമാണ്. അദ്ദേഹത്തിന്റെ വിനയം കഴിഞ്ഞ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് കാലം തൊട്ട്, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന, പാർട്ടി സെക്രട്ടറി ഇരിക്കുന്ന കാലം തൊട്ട് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വിനയമൊക്കെ. അപ്പോൾ വി ഡി സതീശന് വിനയമില്ല എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധിക്കാരിയാണ് അദ്ദേഹം. പല പ്രതിപക്ഷ നേതാക്കളെ കണ്ടത് കാരണം ഇങ്ങാരുടെ അടുത്ത് പോയിട്ട് എന്താ പറയുക, കടിച്ചുകുളങ്ങരെ പോയിട്ട് കാല് പിടിക്കാനോ കാല് തീരുമാനമോ ഒന്നും വി ഡി സതീശൻ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മതമേലധ്യക്ഷന്മാരുടെ ഒരിടത്തും അദ്ദേഹം പോയിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു ചുരുക്കം ഈ വെള്ളാപ്പള്ളിക്കുണ്ട്. അതാണ് ഈ കാണുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയിരുന്ന് വലിയ ആളായിട്ട് അവിടെ ചെന്നിറങ്ങി. ഇത് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇതിപ്പോൾ UDF-ന്റെ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു മറ്റൊരു സമുദായത്തിലെ, ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു നേതാവ്, ഒരു മതപണ്ഡിതൻ വന്ന് ഇറങ്ങുകയായിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളി എന്തായിരിക്കും ചെയ്യുക? എത്രത്തോളം വർഗീയത ഈ അദ്ദേഹം പറഞ്ഞു പരത്തിന് ഈ സമയത്തിനിടയ്ക്ക് സമൂഹത്തെ, ഈ കേരളത്തിൽ എത്ര വർഗീയമായിട്ട് എത്രത്തോളം വിജയിക്കാമോ അതിനുള്ള നീക്കമെല്ലാം അദ്ദേഹം നടത്തുമായിരുന്നു. ഇനിയിപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ തന്നെ വേറൊരു മുസ്ലിം സമുദായത്തിലെ ഒരു അംഗമാണ് വന്നിറങ്ങിയതെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ തനിക്ക് എല്ലാമാകാം, താൻ ഈ പറയുന്ന സമുദായത്തിന്റെ ആളായെന്നുള്ള നിലയിൽ എന്തുമാകാം, മറ്റുള്ളവർക്കൊന്നും ഒന്നും ആയിക്കൂടാ, തങ്ങളുടെ സമുദായം എന്തോ അങ്ങ് താഴെ കിടക്കുന്ന സമുദായമാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും വേണം, മറ്റു സമുദായങ്ങൾക്കൊന്നും ഒന്നും പാടില്ല എന്നൊക്കെയുള്ള ചിന്തകൾ, തനിക്ക് എന്തും പറയാമെന്നുള്ള ഒരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തിന് പിൻബലമുണ്ട് കേട്ടോ. ഈ CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും എല്ലാം പിന്തുണയ്ക്കുമെന്നുള്ള, തന്നെ തള്ളി പറയത്തില്ല, തനിക്കെതിരെ ഒരു കേസ് പോലും എടുക്കത്തില്ല എന്ന്. അല്ലെങ്കിൽ കേസ് എടുക്കേണ്ടതല്ലേ ആ മുസ്ലിം സമുദായത്തിനെതിരെ, പരാമർശത്തിനെതിരെ കേസ് എടുക്കേണ്ടതല്ലേ? വേറൊരു വ്യക്തിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, PC ജോർജിനെതിരെ എത്ര കേസുകളാകുന്നതിന്റെ പുറകെ നടന്ന കേസ് എടുക്കാറുണ്ട്.
അയാൾ BJP-കാരനാണ്. ആ കാര്യത്തിൽ അദ്ദേഹം പറയുന്ന കേസെടുക്കേണ്ട സംഭവം തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയെ അത്തരത്തിലുള്ള എല്ലാ സംരക്ഷണങ്ങളും, ഏതൊക്കെ തരത്തിലുള്ള സംരക്ഷണം കൊടുക്കാമോ ആ സംരക്ഷണങ്ങളെല്ലാം പിണറായി വിജയൻ സർക്കാർ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ എന്തും പറയാവുന്ന ഒരു ലൈസൻസ് സർക്കാർ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വിടുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയും ഈ പറയുന്ന വെള്ളാപ്പള്ളിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് വലിയൊരു കേരള രാഷ്ട്രീയത്തിന് തന്നെ, കേരള സമൂഹത്തിന് വലിയൊരു ദുരന്തമാകും സൃഷ്ടിക്കുക.